നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിടെ കിഴി റിയാക്ഷനാണ്, അപ്ഡേറ്റ് ആണ്. MMMN ഒരു എമ്മ കൂടിയല്ലോ? ഇല്ല, കൂടിയിട്ടുണ്ടെങ്കിൽ അത് സഹിക്കണം. കൂടിയിട്ടുണ്ടെങ്കിൽ നീ അത് എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. അത് എന്തിനുള്ള എമ്മാന്നല്ലേ? അത് എനിക്ക് മനസ്സിലായി. അത് എന്തിനുള്ള എമ്മാണ്? അത് നിങ്ങൾക്ക് തന്നേക്കുന്ന ഇവനെ വിളിക്കാൻ ആ ഒരു എമ്മ നിങ്ങൾ എടുത്തോ, എനിക്ക് തന്നോന്ന്. MMMN എന്ന് നമ്മൾ മഹേഷ് നാരായണന്റെ എന്നാണെന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. ആ എന്ന് നയൻതാരയുടെ എന്നാണെന്നാണ്. ഓ, സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ മാത്രം ഉണ്ടോ? അതാണ് ചോദ്യം. മലയാളികളല്ലേ, അതൊക്കെ ഉൾപ്പെടുത്തും ചിലപ്പോ. അതല്ല, അതിന്റെ അപ്പുറം ഉൾപ്പെടുത്തും. പക്ഷെ എന്തായാലും ഇപ്പൊ നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അത് എടുത്തു കളയുന്നതായിരിക്കും നല്ലത്. ഏറ്റവും വളരെ ഉചിതമായ ഒരു കാര്യമായിരിക്കും അത്. അത് കാരണം ആളൊരു സ്വഭാവമൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും അത് വിടും. സിനിമയെ കുറിച്ച് അത് വിട്ടേക്ക്, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പറയണേ അത് MN അത് എന്റെ തന്നെയാണ്, കളയരുത്, നയൻതാരയുടെ എന്നെ അല്ലാന്ന്. എന്തായാലും രസം MMM ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും അതെ, എന്തായാലും ഈ സിനിമയുടെ ഒരു വലിയ സംഭവം വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും ചോദ്യമാണ്. പിന്നെ ഇതിൽ മറ്റു കാസ്റ്റിംഗ് ആരൊക്കെയാണെന്നുള്ളത് അതും വലിയൊരു ചോദ്യമാണ്. എന്തായാലും ഇതിനൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. കേരള കൗമുദിൻ്റെ ഒരു ന്യൂസ് കട്ടിങ്സ് വന്നിട്ടുണ്ട്. ലാലേട്ടൻ എന്താണെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മുടെ തമ്പനയിൽ പറഞ്ഞ തന്നെ ലാലേട്ടൻ വില്ലനാകുന്നു മമ്മൂക്കയുടെ. ഓ ഭീകരം, എന്തായിരിക്കൂലേ? എന്തായാലും ഇവർ പ്രസിദ്ധീകരിച്ച ആ ഒരു ന്യൂസ് നമുക്ക് എല്ലാവരും പറയുന്നുണ്ടേ, നിങ്ങൾ ഈ ഓവർ ഹൈപ്പ് കൊടുക്കല്ലേ, നമ്മൾ ഹൈപ്പ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താവാനാന്നൊക്കെ ചോദിക്കുന്നത്. ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കണ്ട. കൊടുത്തോ? ഇല്ലേ, മലയാളത്തിന് അല്ല അതല്ല, അത് ഹൈപ്പില്ലാതെ നമുക്ക് ഇവിടെ 5-6 തിയേറ്ററിൽ ഇറക്കാം. അതായത് മലയാളത്തിലുള്ള എല്ലാരും പിടിച്ച് അഭിനയിപ്പിച്ചു 100 കോടി മുടക്കിയിട്ട് ഒരു സിനിമ ചെയ്തിട്ട് ഇവിടുത്തെ കേരളത്തിലെ 350 തിയേറ്റർ റിലീസ്. കേരളം മൊത്തം തിയേറ്റർ എടുത്തോട്ടെ, ഒരു 900. എന്നിട്ട് നമുക്ക് അതിലിറക്കാം. പെട്ടെന്ന് കളക്ഷനൊക്കെ ഉണ്ടല്ലോ, 400 കോടിയിലൊക്കെ മോളിൽ പോകും. എന്ത് വർത്താനാണ് പറയുന്നത് ഇങ്ങനത്തെ? ഇപ്പൊ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാകാൻ പോകുന്നത് ഇതല്ലേ? കാരണം ലാലേട്ടനും മമ്മൂക്കയും തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. അവര് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സിനിമ തന്നെയായിരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ. അത് 16 വർഷങ്ങൾക്ക് ശേഷം. തീർച്ചയായിട്ടും അത് ചെറുതായിട്ട് അവിടെ ഇവിടെയും വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്ന രീതിയല്ല. അത്യാവശ്യം നല്ല കഥാപാത്രം ഇവർ പറയുന്നത് വെച്ചിട്ട്. പിന്നെ നമ്മൾ അറിഞ്ഞത് ഈ രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. അതായത് ലാലേട്ടൻ വില്ലൻ വേഷമാണെന്നുള്ളത്. നമ്മൾ സുരേഷ് ഗോപി, മമ്മൂക്ക, മഹേഷ് നാരായണൻ മൂവി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലനായിട്ട് സുരേഷ് ഗോപി. ആ ക്യാരക്ടറാണ് നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ വരുമ്പോൾ അത് കുറച്ചുകൂടി വലുതാവും, കുറച്ച് വിപുലമാക്കിയിട്ടുണ്ട്. അതെ. എന്തായാലും ആസിഫ് അലി ഇല്ല എന്ന് പ്രത്യേകതയുണ്ട്. ഫഹദ് വന്നല്ലോ. മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന് ആൻറ്റി ഹീറോ വേഷം. ഇതിപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ശ്രീലങ്കയിൽ ചിത്രീകരണത്തിന് തുടക്കം കുറിച്ച ചിത്രത്തിന് മോഹൻലാൽ ആണ് തിരി തെളിയിച്ചത്. വെറുതെ അല്ല നേരത്തെ പോയത്, കള്ളൻ തിരിയും കൊണ്ട് പോയതായിരുന്നു. തീ കത്തുന്നതിന് മുമ്പ് തിരി കത്തിക്കാൻ പോയതാ അല്ലേ? അത് കൊള്ളാം അല്ലേ? ഓക്കെ, ഇതാദ്യമായാണ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്നത്. തീർച്ചയായും രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നതും ആദ്യമായിട്ടാണ്. രണ്ടുപേരും അഭിനയിക്കുന്നതും ആദ്യമായിട്ടാണ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർക്ക് പിന്നാലെ ഫഹദ് ഫാസിലും ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുമെന്നല്ല, ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാന്നാ. ഓക്കെ, അത്രക്ക് വേണ്ട, കോപ്പിറൈറ്റ് അടിച്ച് തന്നെ. അവിടെ ഉണ്ട് പുലി. ആ പുലി അവിടെ നിൽക്കുന്നത് കാണണോ? രണ്ടുപേരും അപ്പുറത്തുണ്ടെന്ന്. അല്ല, ലാലേട്ടൻ പോകുന്നല്ലോ. ശരിയാ. ലൊക്കേഷൻ കണ്ടിട്ട് കണ്ണുള്ളിയോ? ഭീകര സംഭവമാണ്. കണ്ട്
ഓക്കെ. സംഭവം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആൻഡ്രൂ ജോസഫ് ഒന്ന് പൊക്കാൻ നോക്കിയോ? സിമ്പിളായിട്ട് പൊക്കാൻ. ഇത്രയും പേരൊന്നും പൊക്കിയത് പോരെ? മോഹൻലാൽ, മമ്മൂക്ക, പിന്നെ ചാക്കോച്ചൻ, നയൻതാര, ഫഹദ് ഫാസിൽ, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണ്. വെറുതെ പറയുന്നതാണ്. അത് ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട്, സമന്ത വരെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നേ, ഈ നയൻതാരയും മഞ്ജു വാര്യരും ആണെങ്കിൽ കിടിലായിരിക്കും. രണ്ട് സൂപ്പർ സ്റ്റാർസ്, അപ്പുറത്തും രണ്ടുപേരും സൂപ്പർ സ്റ്റാർസ് തന്നെയല്ലേ. അത് ശരിയാണല്ലോ, രണ്ടുപേരും അടിപൊളിയായിരിക്കും. രണ്ടുപേർക്കും രണ്ട് പാർട്ട്നേഴ്സ് ആയിട്ട് അത് ശരി രണ്ട് പേരാവും ചെയ്യും. അങ്ങനെ ലാലേട്ടന്റെ പേരായിരിക്കും മഞ്ജു വാര്യർ, മമ്മൂക്കേന്റെ പേരായിരിക്കും നയൻതാര. പക്ക. നമ്മളൊക്കെ കാസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ പൈസ ഞാൻ കൊടുക്കണമെന്ന് ആൻഡ്രൂ ജോസഫ്. നിങ്ങൾ കാസ്റ്റ് ചെയ്തു, ഞാൻ പൈസ കൊടുക്കണ്ടേന്ന്. നീയൊക്കെ കാസ്റ്റ് ചെയ്തോ, പൈസ ഞാൻ മുടക്കും വേണം, ₹1 തിരിച്ചു കിട്ടൂല. എന്നിട്ട് ഓക്കെ, അപ്പൊ ബാക്കി വായിക്കാല്ലേ? തീർച്ചയായിട്ടും ബാക്കി വായിക്കണം. എവിടെയാണ് നിർത്തിയത്? ഒരു ആവേശത്തിന് അങ്ങോട്ട് പോയും ചെയ്തു. 6 ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം ഷാർജയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏത്? ശ്രീലങ്കയിൽ നിന്നുള്ള ഷെഡ്യൂൾ കേട്ടോ. നയൻതാരയാണ് നായിക. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, മറ്റു കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദീഖ്, സനൽ അമൻ, രേവതിയോ? അത് വേറെ രേവതി ആയിരിക്കും ചിലപ്പോൾ. രേവതിക്കാണെങ്കിൽ എന്തായാലും അവിടെ നിന്ന് കൊണ്ടുപോയിടുവോ? ആദ്യം തന്നെ കൊടുക്കൂലേ? എവിടെ ഇട്ടെന്നുള്ളതല്ല, ആ രേവതി ആണെങ്കിൽ അപ്പൊ പ്രശ്നമൊന്നുമില്ല ഇവര് തമ്മില്. അല്ലെങ്കിൽ തന്നെ പുറത്ത് എന്ത്. ഓക്കെ. ദർശന രാജേന്ദ്രൻ, അത് കൊള്ളാം. സെറീൻ ഷിഹാബ് തുടങ്ങിയവരോടൊപ്പം മദ്രാസ് കഫേ, പത്താൻ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഷാറുഖ് ഖാനോ അല്ല, തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബെലാവാഡിയും അണിനിരക്കുന്നു. പ്രകാശ് ബെലാവാടി അതാരാ? ഓക്കെ. ബോളിവുഡിലെ പ്രശസ്തനായ സിനിമറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത്. CR സലീം, സുഭാഷ് ജോർജ്, മാനുവൽ എന്നിവർ പ്രൊഡ്യൂസർമാരായിട്ട് ചിത്രത്തിലുണ്ട്. ബാക്കിയൊക്കെ കുറേ ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെയാണ് അവിടെ ഇരിക്കട്ടെ. എന്താണെങ്കിലും അപ്പം ശ്രീലങ്ക ഷെഡ്യൂളിലേക്ക് ഫഹദ് എത്തിയിട്ടുണ്ട്. അപ്പം മമ്മൂക്ക, ഫഹദ്, കുഞ്ചാക്കോ ബോബൻ ഇവർ 3 പേരും ആ ഷെഡ്യൂളിലുണ്ട്. പിന്നെ ലാലേട്ടൻ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പൂജ, ശേഷം കുറച്ച് ഷൂട്ട് എടുത്തിട്ട് ആള് പോയി. അപ്പോൾ ആൾക്കവിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? കുറച്ച് ഭാഗം. വില്ലനല്ലടാ, ഇപ്പൊ ഒന്നും വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ. അത് വരുമ്പോ ഒരു 1.5 വരവായിരിക്കും. 3 പേരും എനിക്ക് തോന്നുന്നു എതിര് തന്നെ ആയിരിക്കും. ഫഹദും മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും. ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് പറയട്ടെ, മമ്മൂക്ക നായകൻ, ആളുടെ കൂടെയുള്ള ക്യാരക്ടറായിരിക്കും ചാക്കോച്ചൻ. അതായത് ആദ്യം മുതലേ ചാക്കോച്ചൻ ഉള്ളത് കൊണ്ട്. ഓക്കെ. പിന്നെ ആളുടെ ക്യാരക്ടറും വെച്ചിട്ട് അത് അങ്ങനെയാണ് സാധ്യത. ലാലേട്ടൻ ഇതിൽ വില്ലനാണെങ്കിൽ ഫഹദ് ഫാസിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളാണ്. അപ്പോൾ വില്ലൻ പക്ഷത്തായിരിക്കും ആര്? ഫഹദ് ഫാസിൽ. നായക പക്ഷത്താവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ആരാ? നയൻതാര. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നായികയാണെങ്കിൽ എന്തായാലും മമ്മൂക്കയുടെ പേരായിരിക്കും. അത് ആ രീതിയിൽ കാസ്റ്റ് വന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലേ? വലിയ സിനിമ വന്നു, അതിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരണമെങ്കിൽ അതിന് നയൻതാര വരണം അല്ലേ? അതിന്റെ ഒരു അതല്ല മമ്മൂക്കയ്ക്ക് അല്ലെങ്കിലും പേരാ. അതെ. ഇനി വേറെ ആര് വരുന്നതിനെക്കാളും ഗംഭീരമായിരിക്കും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള കുറേ സിനിമകൾ ഇവർ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. കാത്തിരിക്കാം ഇനി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ. എന്തായാലും ഭയങ്കര ഹൈപ്പ് കയറിയിട്ടുണ്ട്. ടോട്ടലി ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. അതെ. ആരെയും വിളിച്ചോണ്ടിരിക്കുന്നത്? ബാങ്കിൽ കട്ട് ചെയ്തിട്ടും പിന്നെയും വിളിച്ചോണ്ടിരിക്കുകയാണേ. വാട്സപ്പിലാണ് ന്യൂസ് വിളിച്ചോണ്ടിരിക്കുന്നത്. അല്ല ഇപ്പൊ കൊടുത്തേനെ അതിനുള്ള മറുപടി. പിന്നെ വീട്ടിലേക്കും വന്നേനെ അവര്. ഓക്കെ. അപ്പൊ എന്തായാലും ലാലേട്ടൻ ചിത്രത്തിൽ വില്ലനായിട്ട് വരും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേപ്പർ കട്ടിങ്സ് വന്നിട്ടുള്ളത്. ഇനി അതിൽ വല്ല സസ്പെൻസും ഉണ്ടോ എന്താണെന്നുള്ളതൊക്കെ പിന്നെ കാണാം, കാത്തിരുന്നറിയാം. അതെ. അപ്പൊ എന്തായാലും പോവല്ലേ? തകർക്കാം.
വരുന്ന അപ്ഡേറ്റ്സുകൾക്കായിട്ട്. കാത്തിരിക്കാം വരുന്ന അപ്ഡേറ്റ്സുകൾക്കായിട്ട്. അപ്പോൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.